ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലൽ മബ്ഊസി റഹ്മതൻ ലിൽ ആലമീൻ വഅല ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്വഹീഹുൽ ബുഖാരിയിലെ 3562 നമ്പർ വചനം. അൻ അബീ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഖാൽ كان النبي صلى الله عليه وسلم أشد حياء من العذراء في خدرها. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ലവണ്ണം ലജ്ജാലുവായൊരു വ്യക്തിയായിരുന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, അറയിലിരിക്കുന്ന കന്യക അവൾക്ക് എത്ര ലജ്ജയുണ്ടോ അതിനേക്കാൾ നല്ലവണ്ണം ലജ്ജയുള്ള വ്യക്തിത്വമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ലജ്ജ എന്നുള്ളത് സത്യവിശ്വാസിനികളുടെ എല്ലാവരുടെയും അനിവാര്യമായിട്ടുള്ള ഒരു ഗുണമാണ്. പക്ഷേ ഇന്ന് നമുക്കറിയാം, പലരും പല വാക്കുകൾ പ്രയോഗിക്കുന്നത്, പല പ്രവർത്തനങ്ങളും പ്രയോഗിക്കുന്നത് ഒട്ടും ലജ്ജയില്ല എന്ന് വേണം കരുതാൻ. കുട്ടികളുടെയും കുടുംബത്തിൻ്റെയും ഒക്കെ മുമ്പിൽ വളരെ അശ്ലീലം നിറഞ്ഞ വാക്കുകളും സംസാരങ്ങളും കഥകളും ഒക്കെ പറയുക, പ്രവർത്തനങ്ങൾ പറയുക, അതൊക്കെ എന്തുകൊണ്ടാണ്? ലജ്ജയില്ലാത്തത് കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഈമാനിൻ്റെ അപര്യാപ്തതയാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, സഹീഹുൽ ബുഖാരിയിലെ 9 നമ്പർ വചനം, അൽ ഈമാനു ബിദ്ഉൻ വസിത്തൂന ശുഅബ വൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഈമാൻ, സത്യവിശ്വാസം, അത് 70-ൽ പരം ശാഖകളുള്ള ഒന്നാണ്. വൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ, വിശ്വാസത്തിൽപ്പെട്ട, സത്യവിശ്വാസത്തിൽപ്പെട്ട ഒരു ഘടകമാണ് ലജ്ജ എന്ന് പറയുന്നത്. തെറ്റുകളും മോശപ്പെട്ട കാര്യങ്ങളൊക്കെ പരസ്യമായി പറയുക, പരസ്യമായി ചെയ്യുക, അതിനൊരു നാണം, ഒരു ലജ്ജയില്ലാതിരിക്കുക, ഇതൊന്നും ഒരിക്കലും തന്നെ ഒരു സത്യവിശ്വാസിക്ക് യോജിച്ചതല്ല എന്ന് മനസ്സിലാക്കുക. പ്രിയമുള്ളവരെ, ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു. അപ്പോൾ അൻസ്വാരികളിൽപ്പെട്ട ഒരാൾ അദ്ദേഹത്തിൻ്റെ സഹോദരനെ ഉപദേശിക്കുകയാണ്. എന്തിനാ ഉപദേശിക്കുന്നത് അറിയോ? അദ്ദേഹം വല്ലാത്ത ലജ്ജാലുവാൻ. ആ വിഷയത്തിലാണ് ഉപദേശിക്കുന്നത്. അപ്പോൾ റസൂലുള്ള അവിടെ തിരുത്തുകയാണ്, ദഅഹു, നീ അദ്ദേഹത്തെ വിടുക, ഫഇന്നൽ ഹയാഅ മിനൽ ഈമാൻ, തീർച്ചയായും ലജ്ജ എന്ന് പറയുന്നത് സത്യവിശ്വാസത്തിൽപ്പെട്ടതാണ്, ഈമാനിൽപ്പെട്ടതാണ് എന്നർത്ഥം. അപ്പോൾ 5 നേരം നമസ്കരിക്കുന്ന, അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന, പരലോക വിജയം ആഗ്രഹിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറെ ഇഷ്ടപ്പെടുന്ന സഹോദരങ്ങൾ ലജ്ജയില്ലാത്ത സംസാരങ്ങളും പ്രവർത്തനങ്ങളും അത് നിർവഹിക്കരുത്, ലജ്ജ പാലിക്കണം എന്നാണ് ഒരിക്കലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണ്ടായി, അൽ ഹയാഉ ലാ യഅതി ഇല്ലാ ബിഖൈർ. സഹീഹുൽ ബുഖാരിയിലെ 6117 നമ്പർ വചനമാണ്. അതായത് നന്മയല്ലാതെ, ലജ്ജ എന്ന് പറയുന്നത് നന്മയല്ലാതെ കൊണ്ടുവരികയില്ല എന്നുള്ളതാണ് സഹോദരങ്ങളെ. അപ്പോൾ ലജ്ജയോടുകൂടെ, ലജ്ജ എന്നുള്ള ആ മഹനീയമായിട്ടുള്ള ഗുണം, ആ ഒരു സവിശേഷത ഒരു സത്യവിശ്വാസിക്ക്, പ്രത്യേകിച്ച് കുടുംബങ്ങൾക്കകത്ത് ജീവിക്കുന്ന എല്ലാവരും അത് പാലിക്കാൻ ബാധ്യസ്ഥരാണ്. നമ്മുടെ ഈമാനിൻ്റെ സംരക്ഷണമാണത് എന്ന് ഓർക്കുക. കുട്ടികളുടെയും അതുപോലെ യുവാക്കളുടെയും യുവതികളുടെയൊക്കെ മുമ്പിൽ മോശപ്പെട്ട സംസാരങ്ങൾ, പ്രവർത്തികൾ ഒക്കെ ചെയ്യുക എന്നുള്ളത് എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്? ഇമാം ഇബ്നു മാജയുടെ സുനനിൽ 4183 വചനം റസൂലുള്ള പറഞ്ഞു, ഇന്ന മിമ്മ അദ്റകൻ നാസു മിൻ കലാമിൻ നുബുവത്തിൽ ഊലാ ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅത്. അതായത് ജനങ്ങൾ മുമ്പ് കാലഘട്ടത്തിലുള്ള പ്രവാചകന്മാരുടെ വാക്കുകളിൽ നിന്ന് ഗ്രഹിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്,
ഇദാലം തസ്തഹി ഫസ്ന മാഷീത്, നിനക്ക് ലജ്ജയില്ലെങ്കിൽ നീ ഇഷ്ടമുള്ളത് പ്രവർത്തിച്ചോ എന്നുള്ളത്. അപ്പോൾ ലജ്ജയില്ല എന്ന് ഉള്ള ഒരവസ്ഥ ഉണ്ടാകുക എന്നുള്ളത് വളരെ മോശപ്പെട്ടൊരു സാഹചര്യമാണ്. അത് ഈമാനിന് വിരുദ്ധമാണ്. അതുകൊണ്ട് ലജ്ജ എന്നുള്ള മഹനീയമായ ഗുണം നമ്മൾ സ്വായത്തമാക്കുക. ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും ലജ്ജക്കനുസൃതമായിരിക്കുക എന്നാണ് ഉണർത്തുവാനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.